ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനേശ്വര ഭാഷ്യം അധ്യായം 5 കർമ്മസന്യാസയോഗം തുടർന്ന് വായിക്കുന്നു. ഇഹൈവ തൈജിതഃ സർഗഃ യേഷാം സാമ്യേ സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിതാഃ. ആരുടെ മനസ്സ് സമാവസ്ഥയിൽ ഉറച്ചിരിക്കുന്നുവോ അവരാൽ ഈ ലോകത്ത് ഈ ദേഹത്തോട് കൂടിയിരിക്കുമ്പോൾ തന്നെ ജനന മരണ രൂപമായ സംസാരം ജയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്തെന്നാൽ ബ്രഹ്മം യാതൊരു ദോഷവുമില്ലാതെ സകലതിലും സമമായിരിക്കുന്നു. അതുകൊണ്ട് ആത്മജ്ഞാനികൾ ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് എല്ലാ വസ്തുക്കളിലും സമത്വം ദർശിക്കുന്ന ഒരുവൻ ഏകമായ ബ്രഹ്മമായി തീർന്നു കഴിഞ്ഞിരിക്കുന്നു. സമചിത്തതയുടെ രഹസ്യം ഇതാണ്. ഇന്ദ്രിയ വിഷയങ്ങളെ ത്യജിക്കാതെയും ഇന്ദ്രിയങ്ങളെ പീഡിപ്പിക്കാതെയും അവൻ മോഹങ്ങളിൽ നിന്ന് മുക്തിയും ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് വിരക്തിയും കൈവരിച്ചിരിക്കുന്നു. അവൻ സാധാരണക്കാരനെ പോലെ പ്രവർത്തിക്കുന്നു. എന്നാൽ ലൗകിക രംഗത്ത് അജ്ഞത കൊണ്ടുണ്ടാകുന്ന പ്രമാദങ്ങളെ അവൻ അംഗീകരിക്കുന്നില്ല. അവൻ ശരീരത്തോടുകൂടി ജീവിക്കുകയാണെങ്കിലും ഭൂതവാസമുള്ളിടത്ത് ആരും ഭൂതത്തെ ദർശിക്കാത്തതുപോലെ അവൻ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു. അവൻ്റെ അന്തർദൃഷ്ടിയിൽ ലോകവും അങ്ങനെ തന്നെയാണ്. സമീരണൻ്റെ സമാശ്ലേഷം ഏൽക്കുമ്പോൾ സാഗരത്തിൻ്റെ മുകൾ പരപ്പിലുള്ള സലിലം പ്രത്യേക രൂപം പ്രാപിച്ച് നൃത്തം വയ്ക്കുന്നു. ആളുകൾ അതിനെ തിരമാല എന്ന് വിളിക്കുന്നു. എന്നാൽ അത് സമുദ്രജലം മാത്രമാണ്. അതുപോലെ അവനെ പ്രത്യേകമായ രൂപത്തിലും നാമത്തിലും അറിയപ്പെടുന്നുണ്ടെങ്കിലും എല്ലാറ്റിലും സമത്വം ദർശിക്കുന്ന അവൻ യഥാർത്ഥത്തിൽ പരബ്രഹ്മം തന്നെയാണ്. ഭഗവാൻ തുടർന്നു, അർജുന, സമഭാവമായ ചിത്തത്തോടു കൂടിയുള്ള ഒരു യോഗിയുടെ ലക്ഷണങ്ങൾ ഞാൻ ചുരുക്കത്തിൽ നിന്നോട് പറയാം. ന പ്രഹൃഷ്യേത് പ്രിയം പ്രാപ്യ നോദ്വിജേത് പ്രാപ്യ ച പ്രിയം സ്ഥിരബുദ്ധിരസമ്മൂഢഃ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിതഃ. ബ്രഹ്മത്തിൽ ഏകാഗ്രമായ ബുദ്ധിയോടുകൂടിയവനും എല്ലാ മോഹങ്ങളിൽ നിന്ന് മുക്തി നേടിയവനും ബ്രഹ്മത്വം ഗ്രഹിച്ചവനും ബ്രഹ്മത്തെ അനുഭവിച്ച് ആനന്ദിക്കുന്നവനുമായ ബ്രഹ്മജ്ഞാനി പ്രിയമുള്ള പദാർത്ഥങ്ങളെ ലഭിച്ചാൽ സന്തോഷിക്കുകയോ അപ്രിയമുള്ള പദാർത്ഥങ്ങളെ ലഭിച്ചാൽ വ്യസനിക്കുകയോ ചെയ്യുകയില്ല. കാനൽ ജലത്തിൻ്റെ പ്രവാഹത്തിൽപ്പെട്ട് ഒരു മല ഒലിച്ചു പോകാത്തതുപോലെ നല്ലതോ ചീത്തയോ ആയ സംഭവങ്ങളിൽ അവൻ പതറുകയോ ആകുലപ്പെടുകയോ ചെയ്യുകയില്ല. സമഭാവത്തിൻ്റെ സത്ത മനസ്സിലാക്കിയിട്ടുള്ള അവൻ പരബ്രഹ്മത്തിൻ്റെ മനുഷ്യരൂപധാരിയാണ്. ബാഹ്യസ്പർശേഷ്വസക്താത്മാ വിന്ദത്യാത്മനി യത് സുഖം സ ബ്രഹ്മയോഗയുക്താത്മാ സുഖമക്ഷയമശ്നുതേ. ബാഹ്യവിഷയങ്ങളിൽ ശക്തിയില്ലാത്ത മനസ്സോടുകൂടിയവൻ അവനവൻ്റെ ഉള്ളിൽ ഏതൊരു സാത്വിക സുഖമാണോ ഉള്ളത് ആ സുഖത്തെ കണ്ടെത്തുന്നു. ആത്മസുഖം കണ്ടെത്തിയ ഒരാൾ തുടർന്ന് ബ്രഹ്മധ്യാനത്തിൽ മനസ്സോടു കൂടിയവനായി ഒരിക്കലും ഒടുങ്ങാത്ത അനന്തസുഖം അനുഭവിക്കാൻ ഇടവരുന്നു. എല്ലായ്പ്പോഴും ആത്മാനന്ദത്തിൽ മുഴുകിയിരിക്കുന്ന അവൻ ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെടാത്തതിലും ഇന്ദ്രിയ വിഷയങ്ങളിൽ ആനന്ദം കണ്ടെത്താത്തതിലും എന്തെങ്കിലും അത്ഭുതമുണ്ടോ? അവൻ ആത്മാവിൻ്റെ സഹജവും നിസ്സീമവുമായ ആനന്ദം ആന്തരികമായി അനുഭവിച്ചറിയുന്നതുകൊണ്ട് അവൻ്റെ മനസ്സ് ബാഹ്യമായ ഇന്ദ്രിയ വിഷയങ്ങളിൽ ഒരിക്കലും ആസക്തമാകുന്നില്ല. താമരദളങ്ങളാകുന്ന തങ്ക തട്ടിൽ നിന്ന് താരാനാഥൻ്റെ കിരണങ്ങൾ ഒരിക്കലെങ്കിലും ആസ്വദിച്ചിട്ടുള്ള ചകോരം മരുഭൂമിയുടെ മണൽത്തിട്ടയിൽ നിന്ന് മണൽത്തരി കൊത്തി തിന്നുമോ? അതേ വിധത്തിൽ ആത്മാനന്ദം സ്വായത്തമാക്കുകയും ആത്മാവിൻ്റെ സത്തയിൽ വിലയം പ്രാപിക്കുകയും ചെയ്ത ഒരാൾ ഇന്ദ്രിയ വിഷയങ്ങളെ ഉപേക്ഷിക്കുന്നതിനെപ്പറ്റി എന്താണ് പ്രത്യേകമായി പറയാനുള്ളത്? യേഹി സംസ്പർശജാ ഭോഗാഃ ദുഃഖയോനയ ഏവ തേ ആദ്യന്തവന്തഃ കൗന്തേയ ന തേഷു രമതേ ബുധഃ. അല്ലയോ കുന്തിപുത്ര,
ഇന്ദ്രിയ വിഷയ ബന്ധം കൊണ്ടുണ്ടാകുന്ന സുഖാനുഭവങ്ങളെല്ലാം ദുഃഖത്തിന് കാരണമായി തീരുന്നു. എന്തെന്നാൽ അവ ആരംഭവും അവസാനവും ഉള്ളവയാണ്. ആത്മാനന്ദം കണ്ടെത്തിയ വിവേകികൾ അവയിൽ സുഖമുണ്ടെന്ന് കാണുകയില്ല. ഇന്ദ്രിയ വിഷയങ്ങളുടെ വ്യാജമായ സുഖത്തിന് ഇരയാകുന്നവരെ പറ്റി ആലോചിച്ചു നോക്കൂ. ശാശ്വത സ്വരൂപത്തിൻ്റെ ഉണ്മ എന്തെന്നറിയാത്തവരാണ് ഇന്ദ്രിയ സുഖങ്ങളിൽ വ്യാമോഹിക്കുന്നത്. വിശക്കുന്ന ഒരുവൻ ഉമി ഭക്ഷിക്കുന്നത് പോലെയോ കലമാൻ ശുദ്ധജലമെന്ന് കരുതി കാനൽ ജലത്തിൻ്റെ പിന്നാലെ കുതിക്കുന്നത് പോലെയോ ആണ് ആത്മാനന്ദത്തിൻ്റെ മാധുര്യം അറിയാത്തവർ ഇന്ദ്രിയ വിഷയങ്ങൾ സുഖാവഹങ്ങളെന്ന് കരുതി അതിൻ്റെ പിന്നാലെ പായുന്നത്. യഥാർത്ഥ ആത്മസുഖം സാക്ഷാത്കരിക്കാത്ത ഒരുവൻ ഇന്ദ്രിയ സുഖങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. സുഖങ്ങളെ ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെടുത്തി പറയുന്നത് തന്നെ തികഞ്ഞ അബദ്ധമാണ്. എന്നിട്ടും ഇന്ദ്രിയ വിഷയങ്ങളുടെ അനുഭവം സുഖദായകമാണെന്നുള്ള അഭിപ്രായം ആരെങ്കിലും വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ ഒരു കൊള്ളിമീൻ ലോകത്തിൻ്റെ പ്രകാശാവശ്യം നിറവേറ്റാൻ പോരുമോ എന്ന് ഞാൻ അവരോട് ചോദിക്കും. ആകാശത്തിലുള്ള ഒരു ചെറിയ കാർമേഘം കാറ്റിനും മഴയ്ക്കും ചൂടിനും എതിരായുള്ള സംരക്ഷണത്തിന് പോരുമെങ്കിൽ പിന്നെ എന്തിനാണ് മനുഷ്യൻ ബഹുനില മന്ദിരങ്ങൾ നിർമ്മിക്കുന്നത്? ഇന്ദ്രിയ വിഷയങ്ങൾക്ക് സുഖം നൽകാൻ കഴിയുമെന്നുള്ളത് വൃഥാ ജൽപ്പനമാണ്. അത് വിഷമുള്ള ഒരു കിഴങ്ങിനെ മധുരക്കിഴങ്ങ് എന്ന് വിളിക്കുന്നത് പോലെയോ അശുഭകാരിയായ ചൊവ്വാഗ്രഹത്തെ മംഗള എന്ന് പറയുന്നത് പോലെയോ ജലമില്ലാത്ത കാനൽ ജലത്തെ വിഭ്രാന്തി കൊണ്ട് ജലമെന്ന് പറയുന്നത് പോലെയോ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഒരു സർപ്പഫണത്തിൻ്റെ നിഴൽ എന്ത് ശീതള സുഖമാണ് ഒരു മൂഷികന് നൽകുന്നതെന്ന് പറയൂ. ചൂണ്ടയിൽ കോർത്തിട്ടിരിക്കുന്ന മാംസളമായ ഇര വെട്ടി വിഴുങ്ങുന്നത് വരെ മാത്രമേ അത് മത്സ്യത്തിന് ആകർഷകമായിരിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഇന്ദ്രിയ വിഷയങ്ങളുമായുള്ള സംയോഗം കൊണ്ടുണ്ടാകുന്ന അവസ്ഥ. ഇത് സംശയാതീതമായ സത്യമാണ് എന്നറിഞ്ഞാലും വിവേകികളുടെ ദൃഷ്ടിയിൽ പിത്ത പാണ്ടുപിടിച്ച് വിങ്ങി പാണ്ഡുരമായ സ്ഥൂല ശരീരം പോലെയാണ് ഇന്ദ്രിയ വിഷയങ്ങൾ കാണപ്പെടുന്നത്. ജഡികമായ ഭോഗസുഖങ്ങൾ ആരംഭം മുതൽ അവസാനം വരെ കേവലം ദുഃഖകരങ്ങളാണ് എന്നറിയുക. എന്നാൽ അജ്ഞാനികൾ ഇതിൻ്റെ ആന്തരികമായ രഹസ്യം മനസ്സിലാക്കാത്തതുകൊണ്ട് അത്യധികം ഉത്സാഹത്തോടെ ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകുന്നു. ചെളിയിലും ചലത്തിലും കിടക്കുന്ന കൃമികീടങ്ങൾക്ക് അതിൽ അസഹ്യത തോന്നാറുണ്ടോ? അവറ്റകൾ അതിൽ ആനന്ദിക്കുകയാണ്. അതുപോലെ അവിവേകികളായ ആളുകൾ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി ആധി പിടിക്കുന്നു. അപ്രകാരമുള്ളവർ ഇന്ദ്രിയ വിഷയങ്ങളാകുന്ന ചെളിക്കുണ്ടിൽ ജീവിക്കുന്ന തവളകളാണ്. ഇന്ദ്രിയ ഭോഗങ്ങളാകുന്ന മലിനജലത്തിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളാണ്. അവർക്ക് എങ്ങനെ ആ ചെളിയിൽ നിന്നും മലിനജലത്തിൽ നിന്നും കരയ്ക്ക് കയറാൻ പറ്റും? ഈ ഇന്ദ്രിയ വിഷയങ്ങൾ ദുഃഖം തഴച്ചു വളരുന്ന വിളനിലങ്ങളാണ്. എന്നാൽ എല്ലാ ജീവജാലങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളെ നിസ്സംഗതയോടോ വെറുപ്പോടോ ആണ് വീക്ഷിക്കുന്നതെങ്കിൽ ദുഃഖസമ്പൂർണമായ ജനനം യാതൊരു ഉദ്ദേശവും ഇല്ലാത്തതായി തീരുകയില്ലേ? അപ്പോൾ പിന്നെ ആരാണ് ഗർഭപാത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന കഷ്ടാവസ്ഥയിലേക്കോ ജനനത്തിൻ്റെ ഈറ്റുനോവിലേക്കോ മരണത്തിൻ്റെ ആധിയിലേക്കോ തെളിക്കുന്ന പന്ഥാവിൽ കൂടി വിശ്രമരഹിതമായി ചരിക്കുന്നത്? ഇന്ദ്രിയ വിഷയങ്ങളുമായി ആത്മബന്ധം പുലർത്തിയിരുന്നവരെല്ലാം അത് ഉപേക്ഷിച്ചാൽ പിന്നെ പാപകരങ്ങളായ ദൂഷണങ്ങൾക്ക് വസിക്കാനുള്ള ആസ്ഥാനം എവിടെയാണ്? അതോടെ സംസാര ജീവിതം എന്ന സങ്കേതം തന്നെ അർത്ഥശൂന്യമായി ഇല്ലാതാവുകയില്ലേ? ഇപ്രകാരമുള്ള കാരണങ്ങളാൽ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നുള്ള ദുഃഖം സുഖമായി കാണുന്നവർ മായികമായ മതിഭ്രമത്തിൻ്റെ യാഥാർത്ഥ്യത്തെ സ്ഥിരീകരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അല്ലയോ മഹാബാഹോ, ഈ ഇന്ദ്രിയ വിഷയങ്ങൾ തികച്ചും തിന്മ നിറഞ്ഞതാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ പിന്നാലെ പായാതിരിക്കുക. വിവേകികൾ വിഷമെന്ന പോലെ ഇന്ദ്രിയ വിഷയങ്ങളെ വർജിക്കുന്നു. അകാമികളായ ചിലർ വിഷയസുഖങ്ങളുടെ രൂപത്തിൽ ദുഃഖത്തെ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ശക്നോതി ഹൈവ യഃ സോഢും പ്രാക്ശരീര വിമോക്ഷണാത് കാമക്രോധോദ്ഭവം വേഗം സയുക്തഃ സ സുഖീ നരഃ.
ദേഹം ത്യജിക്കാൻ ഇടവരുത്തുന്നതിന് മുമ്പ് ഈ ജീവിതത്തിൽ തന്നെ കാമം, ക്രോധം എന്നിവയിൽ നിന്നുണ്ടാകുന്ന മനക്ഷോഭത്തെ നിയന്ത്രിക്കാൻ ശക്തനായി തീരുന്നത് ആരാണോ അവൻ ആത്മാനുഭവത്തിന് പാത്രമായി തീരുന്നു. അവൻ മനസമാധാനമുള്ള യോഗിയും യഥാർത്ഥ സുഖം കണ്ടെത്തിയവനുമാകുന്നു. ശരീരത്തിൻ്റെ എല്ലാ ദോഷങ്ങളെയും നിയന്ത്രിച്ച് ദേഹബുദ്ധി ഇല്ലാതായി തീർന്ന ജ്ഞാനികൾക്ക് ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നുളവാകുന്ന ക്ലേശങ്ങളെപ്പറ്റി യാതൊരു ധാരണയുമില്ല. അവർ ഇന്ദ്രിയ വിഷയങ്ങളെപ്പറ്റി സംസാരിക്കുക പോലും ചെയ്യുകയില്ല. ആന്തരികമായി അനശ്വരമായ ആത്മാനന്ദം അനുഭവിക്കുന്നവരായതുകൊണ്ട് ബാഹ്യമായ വിഷയങ്ങളെപ്പറ്റി അവർ ബോധവാന്മാരാണ്. അവർ ആനന്ദം അനുഭവിക്കുന്നത് ഒരു പക്ഷി പഴം കൊത്തി തിന്നുന്നത് പോലെയല്ല. പക്ഷി പഴം കൊത്തി തിന്നുമ്പോൾ പക്ഷി, പഴം, അത് തിന്നുന്നതിലുള്ള സംതൃപ്തി എന്നീ 3 വ്യത്യസ്ത ഘടകങ്ങളുള്ളതായി കാണാം. എന്നാൽ ഒരു യോഗി ആത്മാനന്ദം ആസ്വദിക്കുമ്പോൾ താൻ ആസ്വാദകനെന്നുള്ള കാര്യം പോലും വിസ്മരിക്കുന്നു. യോഗിയുടെ അപ്പോഴത്തെ ചിത്തനില അഹംഭാവത്തിൻ്റെ ആവരണത്തെ ചീന്തിക്കളയുകയും അദ്ദേഹം ആനന്ദത്തെ കൈകളിലൊതുക്കി ഗാഢമായി ആശ്ലേഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു നീരൊഴുക്ക് മറ്റൊരു നീർച്ചാലിനോട് യോജിച്ച് ഒന്നാകുന്നത് പോലെ യോഗിയുടെ ആത്മാവ് നൈസർഗികമായി പരമാത്മാവിനോട് യോജിച്ച് ഏകമാകുന്നു. ആകാശത്തു നിന്ന് വായു അപ്രത്യക്ഷമാകുമ്പോൾ ആകാശത്തിൻ്റെയും വായുവിൻ്റെയും വ്യത്യസ്തമായ നിലപാട് അവസാനിക്കുന്നു. അതുപോലെ യോഗിയുടെ ആത്മാവ് പരമാത്മാവിനോട് യോജിച്ച് ഐക്യം പ്രാപിക്കുമ്പോൾ ആനന്ദം മാത്രം അവശേഷിക്കുന്നു. എല്ലാ ദ്വന്ദ്ഭാവങ്ങളും ഇല്ലാതാകുന്നു. ഏകത്വം മാത്രം നിലനിൽക്കുമ്പോൾ അതിനെ വീക്ഷിക്കാൻ ഒരു സാക്ഷി പോലുമില്ല. യോന്തഃ സുഖോന്തരാരാമഃ തഥാന്തർജ്യോതിരേവ യഃ സ യോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോധിഗച്ഛതി. തൻ്റെ ആത്മാവിൽ തന്നെ സുഖത്തെ കണ്ടെത്തിയവനും തന്മൂലം സദാ അന്തർമുഖനുമായി ആനന്ദിച്ചു കൊണ്ടിരിക്കുന്നവനും ഉള്ളിൽ നിറഞ്ഞ ആത്മപ്രകാശത്തോടെ വർത്തിക്കുന്നവനുമായ യോഗി ക്രമേണ ബ്രഹ്മം തന്നെയായി ഭവിച്ചിട്ട് ബ്രഹ്മസ്വരൂപനായി ബ്രഹ്മത്തിൽ മോക്ഷത്തെ പ്രാപിക്കുന്നു.